What's up guys, welcome to our channel. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് മസിൽ ബിൽഡിംഗ് ടിപ്പുകളെ കുറിച്ചായിരിക്കും നമ്മൾ പറഞ്ഞു തരാൻ പോകുന്നത്. അതായത് നമ്മൾ ജിമ്മിൽ കുറച്ച് നാളായിട്ട് ഹിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ജിമ്മിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലും നമുക്ക് പ്രോപ്പറായിട്ട് മസിൽ ബിൽഡിംഗ് നടക്കുന്നില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ കുറേ ടിപ്സ് പറഞ്ഞു തരുന്നുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടിപ്സ് അല്ല, അതായത് നമ്മൾ എങ്ങനെയൊക്കെയാണ് വർക്കൗട്ട് ചെയ്യേണ്ടത്, എന്തൊക്കെ ഫുഡാണ് നമ്മൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തേണ്ടത്, അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് നമ്മൾ സാധാരണ വർക്കൗട്ട് ചെയ്യുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡെഫിനറ്റായിട്ടും നമുക്കൊരു ഇമ്പ്രൂവ്മെൻറ്റ്, ഇപ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടെന്ന് തന്നെ വെച്ചോ, പക്ഷേ കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ മൊത്തം ഒന്ന് കണ്ടു നോക്കുക. കാരണം കുറച്ച് നമുക്ക് അനുഭവപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം കൂടെ നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം അവസാനം വരെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിതിനെ വിളിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പീരിയോഡൈസേഷൻ എന്നാണ് നമ്മളിതിനെ വിളിക്കുന്നത്. അതായത് നമ്മളെല്ലാവരും വർക്കൗട്ട് ചെയ്യുന്നുണ്ടായിരിക്കും, നമ്മളൊരു സ്പെസിഫിക് റെപ്പറ്റീഷൻ വെച്ചിട്ടായിരിക്കും നമ്മളെല്ലാ വർക്കൗട്ടും ചെയ്യുന്നത്. അതായത് നമ്മൾ നോർമലി നമ്മളൊരു 3 സെറ്റ് വെച്ചിട്ടാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലായിട്ട് 8, 10, 12 എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ ഒരു റെപ്പറ്റീഷൻ ഉണ്ട് അവിടെ. പക്ഷേ അതിനെപ്പറ്റിയല്ല നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. സ്ട്രെങ്തിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാമിനയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ എൻഡ്യൂറൻസിന് വേണ്ടിയിട്ടുമൊക്കെ നമ്മൾ വേറെ രീതിയിൽ റെപ്പറ്റീഷൻസിലും റെസ്റ്റിലും എല്ലാം ചേഞ്ചസ് വരുത്തിയിട്ട് നമുക്ക് വർക്കൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് സ്ട്രെങ്തും എൻഡ്യൂറൻസും എല്ലാം കൂട്ടിയെടുക്കാൻ വേണ്ടി സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് ഡെഫിനറ്റായിട്ട് നമ്മളിവിടെ ആഡ് ചെയ്തേക്കാം, അതൊന്ന് കാണുക. അപ്പോൾ എന്തായാലും സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കൂടുതൽ റെപ്പറ്റീഷനാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് നമുക്ക് നമ്മുടെ എൻഡ്യൂറൻസിനായിരിക്കും നമ്മൾ കൂടുതൽ ട്രെയിൻ ചെയ്യുന്നത്. അതേസമയം നമ്മൾ കുറച്ച് റെപ്പറ്റീഷൻസ് ചെയ്തിട്ട് നമ്മൾ ഹെവി വെയിറ്റ് എടുത്ത് കുറച്ച് റെപ്പറ്റീഷൻ ചെയ്ത് കൂടുതൽ സമയം നമ്മൾ റെസ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ട്രെങ്തിന് വേണ്ടിയായിരിക്കും നമ്മൾ കൂടുതൽ ട്രെയിൻ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ 2 കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക. അതായത് നമ്മൾ സ്ട്രെങ്തിന് മാത്രമായിരിക്കരുത് നമ്മൾ ജിമ്മിൽ പോയി ട്രെയിൻ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ എൻഡ്യൂറൻസിന് മാത്രമായിരിക്കരുത് നമ്മൾ ജിമ്മിൽ പോയി ട്രെയിൻ ചെയ്യേണ്ടത്. നമ്മൾ ഇതിലെല്ലാം അതിൽ ചേഞ്ചസ് വരുത്തിക്കൊണ്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ നമ്മൾ ജിമ്മിൽ ചെന്നിട്ട് നമ്മൾ ഹൈപ്പർട്രോഫി മാത്രം, നമ്മൾ സ്പെസിഫിക് റെപ്പറ്റീഷൻസ് മാത്രം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ 8, 10, 12 എന്ന് പറയുന്നത് തന്നെ നമ്മളൊരു 6-7 മാസം അല്ലെങ്കിൽ 1 വർഷം 1-2 വർഷമൊക്കെ ആയിട്ട് അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ നമുക്കൊരു ലെവൽ അപ്പാകത്തില്ല. നമ്മൾ ആ ഒരു ലെവലിൽ തന്നെ നിൽക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ എൻഡ്യൂറൻസ് കൊണ്ടുവരിക, കുറച്ച് ഇടയ്ക്കോട്ട് കൊണ്ടുവരിക. നമ്മൾ 1 മാസം വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എൻഡ്യൂറൻസ് കുറച്ച് കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് കൂടുതൽ എൻഡ്യൂറൻസ് ഉണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ പെർഫോമൻസ് നമ്മൾ കൂടുതൽ ഇമ്പ്രൂവ് ആവും. അതേസമയം നമ്മൾ തൊട്ടടുത്ത മാസം നമ്മൾ ഈ സ്ട്രെങ്തിന് വേണ്ടി നമ്മൾ വർക്കൗട്ട് ചെയ്യണം. അതായത് നമ്മൾ കൂടുതൽ വെയിറ്റ് എടുക്കുന്നു, അതുപോലെ തന്നെ നമ്മൾ കുറച്ച് റെപ്പറ്റീഷൻസ് ചെയ്യുന്നു, കൂടുതൽ നമ്മൾ റെസ്റ്റ് എടുക്കുന്നു. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രെങ്ത് ഡെഫിനറ്റായിട്ട് ഇമ്പ്രൂവ് ചെയ്യും. അപ്പോൾ നമുക്ക് കൂടുതൽ വെയിറ്റ് നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ജിമ്മിൽ. അപ്പോൾ ഡെഫിനറ്റായി നമ്മുടെ സ്ട്രെങ്ത് അവിടെ ഇമ്പ്രൂവ് ചെയ്തു. നേരത്തെ നമ്മൾ കളിച്ചുകൊണ്ട് നമ്മുടെ എൻഡ്യൂറൻസ് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് രണ്ടും കൂടെ ചേർന്ന് കഴിയുമ്പോൾ നമ്മുടെ ഹൈപ്പർ ട്രോഫി വർക്കൗട്ടുകളിൽ ഡെഫിനറ്റായിട്ട് ഒരു ചേഞ്ച് ഉണ്ടാവും. നമുക്ക് കൂടുതൽ വെയിറ്റുകൾ കൂടുതൽ റെപ്പറ്റീഷൻസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പം അങ്ങനെ ഒന്ന് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അതായത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ റെപ്പറ്റീഷൻസിൻ്റെ റേഞ്ച് ഒന്ന് മാറ്റി നോക്കുക. അതിന് നമ്മൾ പറയുന്ന പേരാണ് ഈ പറയുന്ന പീരിയോഡൈസേഷൻ. പീരിയോഡൈസേഷൻ എന്നുള്ള പേരിൽ തന്നെ ആ സംഭവം ഉണ്ട്. അതായത് ഓരോ പീരീഡായിട്ട് നമ്മൾ ഓരോ സ്കില്ലിനെ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ്. അതായത് ഒരു പീരീഡിൽ നമ്മൾ നമ്മുടെ എൻഡ്യൂറൻസ് ആണ് ഡെവലപ്പ് ചെയ്തെടുത്തെങ്കിൽ അടുത്ത പീരീഡിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് നമ്മുടെ സ്ട്രെങ്ത് ആണ്. അപ്പോൾ അങ്ങനെ പീരിയോഡൈസേഷൻ കൂടെ നിങ്ങളുടെ ഒരു വർക്കൗട്ട് റൂട്ടീനിൽ ഒന്ന് ഉൾപ്പെടുത്തി നോക്കുകയാണെങ്കിൽ നല്ല ചേഞ്ച് അറിയാൻ വേണ്ടി സാധിക്കും. നമുക്ക് നമ്മുടെ അടുത്ത മുന്നിലോട്ട് പോകാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത്, നിങ്ങൾ ജിമ്മിൽ ഒരുപക്ഷെ നിങ്ങൾ ചെന്നിട്ട് നിങ്ങൾ ചിലപ്പോൾ ഒരുപക്ഷെ ഒരു 2 മണിക്കൂർ നിങ്ങൾ ജിമ്മിൽ വർക്കൗട്ട് ചെയ്തേക്കാം, ഇല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ 1.25 മണിക്കൂർ വർക്കൗട്ട് ചെയ്തേക്കാം. ഒരുപാട് സമയം ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമ്മളിങ്ങനെ ഇപ്പോൾ അങ്ങനെ ചെയ്യാനുള്ളതിൻ്റെ ഒരു മെയിൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാക്സിമം പൊട്ടൻഷ്യൽ നമ്മളവിടെ യൂസ് ചെയ്യുന്നില്ല. നമ്മൾ ഏതെങ്കിലും ഒരു ചെറിയ വെയിറ്റ് എടുത്തിട്ട് നമ്മൾ നമ്മുടെ കുറേ റെപ്പറ്റീഷൻ അടിക്കുന്നു, അങ്ങനെ പല ചെറിയ വെയിറ്റുകൾ എടുക്കുന്നു, അങ്ങനെ കുറേ റെപ്പറ്റ് അടിക്കുന്നു, കുറേ സെറ്റ് അടിക്കുന്നു. അങ്ങനെ നമ്മളങ്ങനെ ചെയ്ത് നമ്മളൊരു 1.5 മണിക്കൂർ ഇല്ലെങ്കിൽ 1.25 മണിക്കൂർ 2 മണിക്കൂറൊക്കെ നമ്മൾ മാക്സിമം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. അപ്പോൾ ആക്ച്വലി നമ്മൾ മസിൽ ബിൽഡിംഗ് ആണ് നമ്മുടെ ഗോൾ എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ചെറിയ വെയിറ്റുകളൊക്കെ എടുത്ത് നമ്മൾ ഒത്തിരി റെപ്പറ്റീഷൻ ഇങ്ങനെ അടിച്ച് ചെയ്യുമ്പോൾ ആക്ച്വലി നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സ്ട്രെങ്ത് അവിടെ ബിൽഡ് ചെയ്യുന്നില്ല. നമ്മൾ കുറേ കലോറീസ് അവിടെ അങ്ങ് ബേൺ ചെയ്യുകയാണ്. നമ്മുടെ മസിൽസിന് എക്സ്ട്രാ ആയിട്ടുള്ള ടാർഗറ്റുകളൊന്നും നമ്മൾ കൊടുക്കുന്നില്ല. നമ്മൾക്ക് ഓൾറെഡി നമ്മുടെ ബോഡിക്കുള്ള പൊട്ടൻഷ്യൽ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ പിന്നെയും ആ വർക്കൗട്ടുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ ഇന്ന് നിങ്ങൾ 5 കിലോഗ്രാം വെയിറ്റുള്ള ഒരു സാധനം എടുത്തു. നിങ്ങൾ ഫസ്റ്റ് നിങ്ങൾ ജിമ്മിൽ പോയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, 5 കിലോ ഉള്ള ഒരു വെയിറ്റ് എടുത്ത് കഴിഞ്ഞ് നിങ്ങൾ ബൈസെപ്പ് കേൾ അടിച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് പിറ്റേ ദിവസം നിങ്ങളുടെ കൈക്ക് നിങ്ങൾക്ക് ഭയങ്കര വേദനയായിരിക്കും. അത് അടുത്ത ദിവസം നിങ്ങൾ 5 കിലോയുടെ വെയിറ്റ് തന്നെ എടുത്തടിച്ചു. അങ്ങനെ 2-3-4 ദിവസം കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ കൈയുടെ വേദന മാറി കാണും. അതായത് കുറേ ദിവസം കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ മസിൽസ് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ബോഡി അതിനോട് അഡാപ്റ്റായി. അതായത് നിങ്ങളുടെ ബോഡിക്ക് മനസ്സിലായി ഈ ഒരു വെയിറ്റ് വെച്ച് നമുക്ക് ഇവിടെ പിടിച്ച് ചെയ്യാം, ഈ ഒരു വെയിറ്റ് എടുക്കുന്ന ആളാണ്, അതുകൊണ്ട് നിങ്ങളുടെ ബോഡിക്ക് ഈ മസിൽ സ്ട്രെങ്ത് വെച്ച് ഇവിടെ സർവൈവ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് മനസ്സിലായി. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും ബോഡി അതനുസരിച്ച് അഡാപ്റ്റായി, നിങ്ങളുടെ മസിൽസ് കൂടുതൽ സ്ട്രോങ്ങറായി. അപ്പോൾ നിങ്ങൾ ന്യൂട്രീഷനും കൂടെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും ആ മസിൽസ് സ്ട്രെങ്ത് കുറഞ്ഞ ആ മസിൽസ്
കൂടുതൽ സ്ട്രോങ്ങർ ആയിട്ട് ഈ 5 kg ലിഫ്റ്റ് ചെയ്യാൻ പാകത്തിനുള്ള രീതിയിൽ വളർന്ന് വലുതായി വന്നു. അത് കഴിഞ്ഞ് പിന്നെ നിങ്ങൾ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് 5 kg എടുത്ത് കഴിയുമ്പോഴത്തേനും നിങ്ങളുടെ മസിൽസിന് പെയിൻ ഒന്നുമില്ല. നിങ്ങൾ നോർമലായിട്ട് നിങ്ങൾക്ക് ഒരു നോർമൽ ആക്ടിവിറ്റി പോലെ തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്ത്. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് നിങ്ങൾ പിന്നെയും മസ്കുലർ പെയിൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ 5 kg കൂടുതലുള്ള ഒരു ചലഞ്ചാണ് നിങ്ങളവിടെ നിങ്ങളുടെ ബോഡിക്ക് കൊടുക്കേണ്ടത്. അതായത് ഡെഫിനറ്റായിട്ട് നിങ്ങൾ ആ വെയിറ്റ് പ്രോഗ്രസീവായിട്ട് ഇൻക്രീസ് ആക്കിയിട്ടുണ്ടാവണം. അതായത് 10 kg അങ്ങനെയുള്ള വെയിറ്റുകൾ എടുത്തിട്ടുണ്ടാവണം. അപ്പോൾ നിങ്ങളിവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജിമ്മിൽ പോയി കഴിയുമ്പോഴത്തേനും ഒരുപാട് സമയം വെയിറ്റ് വർക്കൗട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മളിവിടെ പറഞ്ഞു തന്നത്. ഒരുപാട് സമയം വർക്കൗട്ട് ചെയ്യുന്നത് ഒഴിവാക്കിയിട്ട് നിങ്ങൾ ഈ മസിൽസിന് ചലഞ്ച് കൊടുക്കാനായിരിക്കണം നിങ്ങൾ മെയിനായിട്ട് ടാർഗറ്റ് ചെയ്യേണ്ടത്. അതിനാണ് ഇപ്പോൾ ഞാൻ ഈ കാര്യം പറഞ്ഞത്. അതായത് നിങ്ങൾ വെയിറ്റ് കൂട്ടിയിട്ട് നിങ്ങൾ ഫെയിലിയർ നിങ്ങൾ അറ്റൻഡ് ചെയ്തിരിക്കണം എന്ത് പറഞ്ഞാലും. അതായത് ഒത്തിരി നേരം നിന്ന് വർക്കൗട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മസിൽ ബിൽഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കേസായിരിക്കും നമ്മളൊരു കലോറിക് സർപ്ലസിൽ തന്നെ ആയിരിക്കണം നിൽക്കേണ്ടത്. അപ്പോൾ കലോറിക് സർപ്ലസിൽ നമ്മൾ ആ ഫുഡ് കഴിച്ചുണ്ടാക്കുന്ന കലോറിക് സർപ്ലസ് എന്ന് പറയുന്ന ആ സർപ്ലസ് നമ്മൾ ഈ വർക്കൗട്ട് ചെയ്ത് നമ്മൾ ആ സർപ്ലസ് അങ്ങ് കളയുകയാണ്. അതായത് ഇപ്പം നിങ്ങൾ ഡെഫിസിറ്റിലേക്ക് പോകുക ഓട്ടോമാറ്റിക്കായിട്ട്. നിങ്ങൾ ഫുഡിൽ നിങ്ങൾ ഡെഫിസിറ്റ് അല്ല നിൽക്കുന്നതെങ്കിലും നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ ജിമ്മിൽ ഒത്തിരി നേരം വർക്കൗട്ട് ചെയ്ത് നിങ്ങൾ ആ ഒരു ഡെഫിസിറ്റിലേക്ക് അങ്ങ് പോകാനായിട്ട് ഇത് കാരണമാകും. ഒരുപാട് സമയം ജിമ്മിൽ നിന്ന് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം 1 hour വർക്കൗട്ട് ചെയ്താൽ മതി. പക്ഷേ ആ 1 hour വർക്കൗട്ട് ചെയ്യുമ്പം നിങ്ങൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മസിൽസിൻ്റെ മാക്സിമം നിങ്ങൾ അവിടെ എത്തിക്കണം. ആ മാക്സിമം എത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം വെയിറ്റ് ഇട്ടിട്ട് ഫെയിലിയറിലേക്ക് കൊണ്ടുപോകണം. അതായത് നിങ്ങൾക്ക് ഫോം മൊത്തം ഡാമേജ് ആയി പോകുന്ന രീതിയിലുള്ള വെയിറ്റുകളല്ല. അതായത് നിങ്ങൾ ലാസ്റ്റ് റെപ്പ് എന്നൊക്കെ പറയുന്നത് നിങ്ങൾ എടുക്കുന്നത് നിങ്ങൾക്ക് പറ്റാത്തുള്ള രീതിയിൽ നിങ്ങൾക്ക് ഏറ്റവും കഷ്ടപ്പെട്ടെടുക്കുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ എടുക്കേണ്ടത്. ഇനിയിപ്പോൾ അനബോളിക് സ്റ്റിറോയിഡ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് മസിൽസ് അതായത് പ്രോട്ടീൻ സിന്തസിസ് അവരുടെ ബോഡിക്ക് കൂടുതലായിരിക്കും. അപ്പം അവർക്ക് ഒരുപക്ഷെ പ്രോട്ടീൻ സിന്തസിസ് കൂടുതലാകുമ്പോഴത്തേനും മസിൽ ബിൽഡിങ് കൂടുതലായിരിക്കും. പക്ഷേ നമ്മൾ നാച്ചുറലായിട്ട് ലിഫ്റ്റ് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മസിൽ സിന്തസിസ് അതായത് പ്രോട്ടീൻ സിന്തസിസ് വളരെ കുറവായിരിക്കും നല്ല കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. അപ്പോൾ ആ പ്രോട്ടീൻ സിന്തസിസ് കൂട്ടണമെങ്കിലും നമ്മൾ മസിൽസിനെ നല്ല പ്രഷറിൽ കൊണ്ടുവരണം. അങ്ങനെ മസിൽസിനെ കൂടുതൽ പ്രഷർ കൊണ്ടുവരാനായിട്ട് നിങ്ങൾ ഹെവി വെയിറ്റ്സ് ഇട്ട് തന്നെ വർക്കൗട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഓവർ ടൈം വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കാതെ നിങ്ങളുടെ മസിൽസിൻ്റെ മാക്സിമം അറ്റൈൻ ചെയ്യുന്ന രീതിയിൽ ഒരു 1 hour ഒരു ഹൈ ഇൻറ്റൻസിറ്റി ആയിട്ടുള്ള രീതിയിൽ വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മസിൽ മൈൻഡ് കണക്ഷൻ, അതിനെപ്പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അതായത് എനിക്കിപ്പോൾ ഇവിടെ ഒരു ആളെപ്പറ്റി പറയാൻ വേണ്ടി താല്പര്യം. അതായത് ഒരു ബോഡി ബിൽഡറാണ്. അപ്പോൾ പുള്ളിയുടെ പേര് കാലം വോൺ മോഗർ എന്നാണ്. അപ്പോൾ പുള്ളിയുടെ ഒരു ബയോഗ്രഫി ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി ചെറുപ്പത്തിലെ ക്രിക്കറ്റ് കളിക്കുമായിരുന്നു. അപ്പോൾ ക്രിക്കറ്റ് കളിക്കാൻ നേരത്തെ പുള്ളി എന്ത് ശ്രമിച്ചിട്ടും ഈ ബാറ്റിൽ പന്ത് കൊള്ളുന്നില്ല. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ പുള്ളിയുടെ ഫാദർ വന്നിട്ട് പുള്ളിയുടെ അടുത്ത് വന്ന് പറഞ്ഞു, നീ ജസ്റ്റ് ആദ്യം ഈ പന്ത് കൊണ്ടിട്ട് ഒരു സിക്സറെ പോകുന്നതായിട്ട് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക, മനസ്സിലൊന്ന് ആലോചിക്കുക, എന്നിട്ട് ബാറ്റ് വെച്ചൊന്ന് വീശി നോക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ പുള്ളി ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒന്ന് ആലോചിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും പുള്ളിക്ക് ശരിക്കും പറഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് ശരിക്കും നന്നായിട്ട് ബാറ്റ് ചെയ്യാൻ വേണ്ടി സാധിച്ചു. അപ്പോൾ അത് തന്നെ പുള്ളിയുടെ ബോഡി ബിൽഡിങ്ങിലും കൊണ്ടുവന്നു. പുള്ളി മനസ്സിൽ ശരിക്കും പുള്ളി ഏതാണ് കളിക്കുന്നത്, ഏത് പാർട്ടിനാണ് കളിക്കുന്നത് എന്നുള്ളത് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തന്നെ വർക്കൗട്ട് ചെയ്യും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, കാലം വോൺ മോഗർ എന്നൊക്കെ സെർച്ച് ചെയ്താൽ മതി. ഒരുപാട് മോട്ടിവേഷണൽ വീഡിയോസ് അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പോൾ എന്തായാലും പുള്ളി ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ ആ ഒരു കാര്യമാണ് എനിക്കും പറയാനുള്ളത്. അതായത് നിങ്ങൾ ജസ്റ്റ് ഈ വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വർക്കൗട്ട് ചെയ്ത് പോകാതെ ആ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ ബൈസെപ്സ് കേളാണ് കളിക്കുന്നതെങ്കിൽ ബൈസെപ്സിനാണ് നമ്മൾ കളിക്കുന്നതെന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തന്നെ കളിക്കുക. മസിൽസ് അവിടെ ഡെവലപ്പ് ചെയ്ത് വരുന്നതായിട്ട് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തന്നെ വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഡെഫിനറ്റായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് വരും. ഇത് ശരിക്കും പറഞ്ഞിട്ട് മസിൽ മൈൻഡ് കണക്ഷൻ എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും റിസൾട്ട്സ് ഉണ്ടാവുമെന്ന് സയൻസ് പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ നമുക്ക് പറയാനുള്ള കാര്യം കൺസിസ്റ്റൻസിനെ പറ്റിയാണ്. അതായത് നമ്മളെല്ലാവരും വർക്കൗട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കെല്ലാവർക്കും ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അത് വളരെ പതുക്കെയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ പലരും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെവലപ്മെൻറ്റ് ഒന്നും കാണാതെ വന്നു കഴിയുമ്പോൾ ഇത് പകുതിക്ക് വെച്ച് ഉപേക്ഷിച്ചിട്ട് പോകാറാണ് പതിവ്. അപ്പോൾ നിങ്ങളത് ജസ്റ്റ് ഒന്ന് അവോയ്ഡ് ചെയ്യുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു വർഷം കൊണ്ടൊക്കെ ആയിരിക്കും മിക്കവാറും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നല്ല രീതിയിൽ ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാകും. അതായത് ഒരു മാസം കൊണ്ടൊക്കെ നമുക്ക് ചിലപ്പോൾ 1 pound വരെയൊക്കെ ആയിരിക്കും ഡെവലപ്പ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഒരു വർഷം കൊണ്ട് 12 pound അല്ലെങ്കിൽ 6 kg ഒക്കെ വരെ മാക്സിമം മസിൽസൊക്കെ ചിലപ്പോൾ ഡെവലപ്പ് ആകത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും ആ 12 ഒരു വർഷത്തിൻ്റെ ആ ഒരു കേസ് നിങ്ങൾ എടുത്ത് നോക്കുക. നിങ്ങൾ ആ ഒരു മാസത്തിനെടുക്കാതെ ഒരു മാസം വർക്കൗട്ട് ചെയ്യുമ്പോൾ 1 pound അല്ലേ എനിക്ക് ഡെവലപ്പ് ആകുന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ കളയുക എന്ന് പറഞ്ഞ് നിർത്തിയിട്ട് പോകരുത്. ആ ഒരു വർഷം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന റിസൾട്ടിനെ പറ്റി ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. 6 kg വരെയൊക്കെ മസിൽ മാസ് ഡെവലപ്പ് ആകുമെന്നുണ്ടെങ്കിൽ ചെറിയതായിട്ടുള്ളൊരു കാര്യമല്ല. നല്ല മാറ്റം നമ്മുടെ ശരീരത്തിൽ കാണാൻ വേണ്ടി സാധിക്കും. അത് മാത്രമല്ല മസിൽ ഡെവലപ്പ് ചെയ്യുന്നത് മാത്രമല്ല നമ്മുടെ ശരീരത്തിലെ ഫാറ്റും കൂടെ പോയി കഴിയുമ്പോൾ നമ്മുടെ ഫുൾ ഔട്ട്ലുക്ക് തന്നെ മാറി വരികയാണ്. അപ്പോൾ അതാണ് നമ്മൾ പറയുന്നത്. അതായത് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. നിങ്ങൾ 1, 2, 3, 4 അല്ലെങ്കിൽ 6 മാസമൊക്കെ വർക്കൗട്ട് ചെയ്തിട്ടും റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും നിർത്തിയിട്ട് പോകരുത്. എന്തെങ്കിലും എറേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യുക. മാക്സിമം നിങ്ങൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിച്ച് നിങ്ങൾ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. ഡെഫിനറ്റായിട്ടും റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ ഈ 2 പോയിൻ്റാണ് നമുക്ക് പറയാനുള്ളത്. നമുക്ക് അടുത്ത പോയിന്റിലോട്ട് പോകാം.
ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അടുത്ത് നമുക്ക് പറയാനുള്ളത് നമ്മൾ ജിമ്മിൽ ചെന്നിട്ട് ഓവർ ഫാൻസി ആയിട്ടുള്ള വർക്കൗട്ടുകൾ ചെയ്യുന്നതിനെ കുറിച്ചാണ്. അതായത് നമുക്ക് തന്നെ അറിയാം, നമുക്ക് ഓൾഡ് സ്കൂളും അതുപോലെ തന്നെ നമ്മളിപ്പം ചെയ്യുന്ന മൾട്ടി ജിമ്മിന് അതുപോലുള്ള എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളും നമുക്ക് ജിമ്മിലിപ്പം എല്ലാ വർക്കൗട്ടുകൾ ചെയ്യാനായിട്ടും എന്തെങ്കിലും എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടാവും. ഈ എക്യുപ്മെൻറ്റ്സിൻ്റെയൊക്കെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന സാധനങ്ങളായിരിക്കും. അതായത് ഇപ്പോൾ നമ്മൾ ചെസ്റ്റിന് അടിക്കുന്ന ചെസ്റ്റ് പ്രസ് അടിക്കുന്ന മെഷീനാണെങ്കിലും ആ മെഷീനാണെങ്കിൽ അതവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുമായിരിക്കും. അപ്പോൾ അതിൻ്റെ റേഞ്ച് ഓഫ് മോഷൻ എന്ന് പറയുന്നത് ഓൾറെഡി ഒരു ബോഡി ടൈപ്പ് ഉള്ള ഒരാളുടെ അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു സ്റ്റൈലിൽ അത് സെറ്റ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു സെയിം റേഞ്ചിൽ മാത്രമേ നമുക്കത് ബെഞ്ച് പ്രസ് ആണെങ്കിൽ ആ രീതിയിൽ അടിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ബൈസെപ്സിന് അടിക്കുന്ന ഒരു മെഷീനാണെങ്കിൽ ആ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു റേഞ്ച് ഓഫ് മോഷനിൽ മാത്രം നമുക്ക് അടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഡെഫിനറ്റ് ആയിട്ടും സാധാരണ ചെയ്യുന്ന സാധനങ്ങളെക്കാൾ കൂടുതൽ ഈസി ആയിട്ട്, അതായത് ബാറും ഡംബലും എടുത്ത് നമ്മൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഈസി ആയിട്ട് നമുക്ക് ഈ വെയിറ്റ് അതായത് മെഷീൻസിൽ ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ പറ്റുന്നതിൻ്റെ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും നമ്മളിപ്പോൾ ചെസ്റ്റിനാണ് കളിക്കുന്നതെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, നമുക്ക് 2 ബാലൻസിങ് മസിൽ അവിടെ മെയിനായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് നിങ്ങളുടെ ഡെൽറ്റോയിഡ്സ്, അതായത് നിങ്ങളുടെ ഷോൾഡേഴ്സിൻ്റെ ഈ ഡെൽറ്റോയിഡ് മസിൽസ് ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ട്രൈസെപ്സ്, അതായത് കൈയുടെ ബാക്ക് ട്രൈസെപ്സ് ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഈ മസിൽസിൻ്റെ ബാലൻസിങ് മസിലായിട്ട് ആക്ട് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ചെസ്റ്റിന് ഏത് വർക്കൗട്ട് ചെയ്യുകയാണെങ്കിലും അവിടെ കമ്പൈൻഡ്, അതായത് കോമ്പൗണ്ട് ലിഫ്റ്റുകളാണ് കൂടുതലും ബെഞ്ച് പ്രസ്സുകൾ പോലുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോൾ നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു മെഷീനിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേനും അവിടെ നടക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി ബാലൻസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ആ വെയിറ്റ് ഓൾറെഡി അങ്ങോട്ടും ഇങ്ങോട്ടും സൈഡിലേക്ക് ഒന്നും പോകാനുള്ള ചാൻസ് ഇല്ല, അത് അവിടെ തന്നെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബാലൻസിങ് മസിൽസിലേക്കുള്ള ആക്ടിവേഷൻ കുറയാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതായത് നിങ്ങൾക്ക് ഒത്തിരി അവിടെ സ്റ്റെബിലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ബോഡിയിൽ മറ്റ് പല മസിൽസും നിങ്ങൾക്ക് സ്റ്റെബിലൈസ് ചെയ്യാനായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഓവറായിട്ട് സ്റ്റെബിലൈസ് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. പക്ഷേ ഡെഫിനറ്റായിട്ടും നിങ്ങൾ ഫസ്റ്റ് പ്രയോറിറ്റി നിങ്ങൾ കൊടുക്കേണ്ടത് ഡംബലും ബാർബലും വെച്ചുള്ള വർക്കൗട്ടുകൾക്ക് തന്നെയായിരിക്കണം. കാരണം ഇതിൻ്റെ റേഞ്ച് ഓഫ് മോഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കുറച്ചും കൂടെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ മെഷീൻ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന പോലെയല്ല, ഇതൊരു ഫ്രീ റേഞ്ച് ഓഫ് മോഷനായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് ഡംബിൾ നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു ഇഞ്ചുറി ഉണ്ടാകാനായിട്ട് നിങ്ങൾക്ക് ലിഫ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആ ഡംബിളിൻ്റെ ആ ഒരു പൊസിഷൻ നിങ്ങൾ ഹാൻഡ് ഗ്രിപ്പ് വേരി ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റും. മാത്രമല്ല നിങ്ങൾക്ക് കുറച്ചും കൂടെ നിങ്ങളുടെ ബാലൻസിങ് മസിൽസിനെ കുറച്ചും കൂടെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ബോഡിക്ക് കുറച്ചും കൂടെ ഒരു ആക്ടിവേഷൻ കൊടുത്തത് കുറച്ചും കൂടെ പക്കയായിട്ട് കോമ്പൗണ്ടായിട്ട് നിങ്ങളുടെ ബോഡി മൊത്തത്തിലൊന്ന് ഗ്രോ ആകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സാധനങ്ങളാണ് ഇതുപോലുള്ള ഡംബലുകളും ബാർബലും എന്ന് പറയുന്നത്. അപ്പം നമുക്ക് പറയാനുള്ള ഒത്തിരി ഫാൻസി ആയിട്ട് പോകാതെ കുറച്ച് ഡംബൽസും ബാർബൽസും കൂടുതലായിട്ട് യൂസ് ചെയ്യുക. നിങ്ങളുടെ ലാസ്റ്റ് റെപ്പറ്റീഷനൊക്കെ വരുമ്പോഴത്തേനും നിങ്ങൾ എന്ത് ചെയ്യുക, ശരിക്കും നിങ്ങൾ ടയേർഡായി കാണും. ലാസ്റ്റ് റെപ്പറ്റീഷൻ വരുമ്പം നിങ്ങൾ ഡെഫിനറ്റായിട്ടും ഈ സാധനങ്ങൾ യൂസ് ചെയ്യുക. അതായത് നിങ്ങളുടെ മെഷീൻസൊക്കെ യൂസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. ഗൈസ്, നമ്മുടെ അടുത്ത പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫുഡിനെ പറ്റി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പറയാം. അതായത് നമ്മൾ ഫുഡിനെ പറ്റി ഓൾറെഡി കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ നമ്മൾ ഒന്നുകൂടെ പറയുകയാണ്, അതായത് നമ്മൾ ഫുഡിൻ്റെ അകത്ത് നമ്മൾ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ മാത്രമല്ല നമ്മൾ കഴിക്കേണ്ടത്, നമ്മുടെ ഡയറ്റിൻ്റെ അത് കാർബോഹൈഡ്രേറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ജിമ്മിൽ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് വർക്കൗട്ട് ചെയ്ത് നമ്മുടെ മസിൽസൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്താൽ മാത്രമേ നമുക്ക് പിന്നെ അത് റീബിൽഡ് ചെയ്ത് മസിൽ ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. ഇപ്പോൾ നിങ്ങൾ ജിമ്മിൽ ചെന്നിട്ട് നിങ്ങൾക്ക് ഒരു വെയിറ്റ് പോലും എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്ക് മസിൽ ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്? അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല രീതിയിൽ കാർബോഹൈഡ്രേറ്റ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടായിരിക്കണം, എന്നാലേ നമുക്ക് എനർജി കിട്ടത്തുള്ളൂ. നമ്മൾ ജിമ്മിൽ ചെന്ന് കഴിയുമ്പോൾ ഈ കാർബോഹൈഡ്രേറ്റ് ബേൺ ചെയ്തിട്ടാണ് നമുക്ക് എനർജി കിട്ടുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ കാർബോഹൈഡ്രേറ്റിനകത്ത് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിൾ കാർബോഹൈഡ്രേറ്റ് അല്ല, നമ്മൾ ഉദ്ദേശിക്കുന്നത് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ആണ്. അതായത് മധുരക്കിഴങ്ങ്, അതുപോലെ തന്നെ നമ്മുടെ ബ്രൗൺ റൈസ്, അതുപോലെ ബ്രൗൺ ബ്രെഡ്, അങ്ങനെയുള്ള സംഭവങ്ങൾ നിങ്ങൾ കൂടുതൽ ഉൾപ്പെടുത്തുക. പച്ചക്കറി എന്തോരം വെള്ളം കഴിക്കാവുന്നതാണ്. പച്ചക്കറിക്കകത്തൊക്കെ ധാരാളം ഫൈബറൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അപ്പോൾ അതെല്ലാം നിങ്ങൾ കഴിക്കുക. അതുപോലെ തന്നെ നമുക്കിനി ഫാറ്റിനെ പറ്റിയാണ് പറയാനുള്ളത്. ഫാറ്റ് എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേനും നമുക്ക് ഫാറ്റ് നമ്മുടെ ശരീരത്തിൽ കൂടുമല്ലോ എന്ന് ഓർത്തുകൊണ്ട് കഴിക്കാതിരിക്കരുത്. നമ്മൾ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫാറ്റിനെ പറ്റിയാണ് പറയുന്നത്. അൺസാച്ചുറേറ്റഡ് ഫാറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ് നമ്മുടെ ഉള്ളിൽ ചെന്നാലേ നമ്മുടെ ബാഡ് കൊളസ്ട്രോളൊക്കെ പോയി ഗുഡ് കൊളസ്ട്രോളൊക്കെ ഡെവലപ്പ് ചെയ്ത് വരത്തുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല ഗുഡായിട്ടുള്ള ഫാറ്റ് കഴിക്കണം. അത് മാത്രമല്ല നമ്മുടെ തലച്ചോറ് പോലും പ്രോപ്പറായിട്ട് ഫംഗ്ഷൻ ചെയ്യണമെങ്കിൽ നമ്മൾ ഫാറ്റ് നമ്മുടെ ഈ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അത് മാത്രമല്ല നമുക്ക് നല്ല ഹോർമോണിൻ്റെ കാര്യങ്ങളിലാണെങ്കിലും ഹോർമോണൽ ഇംബാലൻസ് ഒന്നും വരാതിരിക്കണമെങ്കിലും നമ്മൾ നല്ല ഫാറ്റ് കഴിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഫാറ്റ് നമുക്ക് പല സോഴ്സസ് വഴി നമുക്ക് കിട്ടും. അത് നമുക്ക് പീനട്സിൻ്റെ അകത്ത് നല്ല ഫാറ്റ് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് പീനട്ട് ബട്ടർ ആണെങ്കിലും കഴിച്ചാൽ മതി. പീനട്സ് ആയിട്ട് കഴിക്കാൻ താല്പര്യം പീനട്ട് ബട്ടർ കഴിക്കുക. പീനട്ട് ബട്ടർ മേടിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഹൈഡ്രോജനേറ്റഡ് ഓയിൽസ് ആഡ് ചെയ്യാത്ത പീനട്ട് ബട്ടർ വേണം മേടിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ സാൾട്ട് ആഡ് ചെയ്യാത്ത, ഷുഗറൊന്നും ആഡ് ചെയ്യാത്തതാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഓൾ നാച്ചുറൽ പീനട്ട് ബട്ടർ മാത്രം മേടിച്ച് കഴിക്കുക. അതുപോലെ തന്നെ നമുക്ക് പിന്നെ ഫാറ്റ് കിട്ടുന്നത് നമുക്ക് ഫിഷിൻ്റെ അകത്തുനിന്ന് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഫിഷ് എന്ന് പറയുമ്പോൾ നമ്മൾ ട്യൂണ എന്ന് പറഞ്ഞാൽ ചൂരയാണ്. നമ്മളിവിടെ കിട്ടുന്ന ചൂര ഫിഷിൻ്റെ അകത്തൊക്കെ നല്ല പ്രോട്ടീനും അതുപോലെ തന്നെ നല്ല ഫാറ്റും ഉള്ളതാണ്. അതുപോലെ തന്നെ ഫിഷ് ഓയിലൊക്കെ മേടിച്ച് കഴിക്കുകയാണെങ്കിലും അതും നല്ലതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. നിങ്ങളുടെ ഡയറ്റിനകത്ത് കാർബോഹൈഡ്രേറ്റ് ഇൻക്ലൂഡ് ചെയ്യുക, അതുപോലെ തന്നെ ഫാറ്റ് ഇൻക്ലൂഡ് ചെയ്യുക. ഇനി ഒരു കാര്യം കൂടെ പറയാം, അതായത് ഫ്രീക്വൻസി ഓഫ് മീൽ. നമുക്ക് നല്ല രീതിയിൽ ഗെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ
കുറച്ചുകൂടെ എക്സ്ട്രാ ആയിട്ട് നമ്മൾ ഫുഡ് കഴിച്ചാൽ മതിയാകത്തുള്ളൂ. നമ്മൾ ഒരു കാരണവശാലും നമ്മൾ കലോറി ഡെഫിഷ്യൻ്റ് ആയിട്ട് നിന്നുകൊണ്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല നമ്മുടെ ബോഡി. അപ്പോൾ നമ്മൾ കലോറി എന്തായാലും സർപ്ലസിലായിരിക്കും, അതായത് കലോറി കൂടുതലായിരിക്കും നമ്മൾ കഴിക്കുന്നത്, നമ്മുടെ മെയിൻറ്റെയിൻ കലോറിനേക്കാളും കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ കഴിക്കുന്ന മെയിൻറ്റെയിൻ കലോറി ഉണ്ടല്ലോ, മെയിൻറ്റെയിൻ കലോറി എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്നുള്ള അറിയാമെങ്കിൽ നമ്മളൊരു വീഡിയോ ആഡ് ചെയ്തേക്കാം, നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ മെയിൻറ്റെയിൻ കലോറി നിങ്ങൾ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനോട് എക്സ്ട്രാ ആയിട്ടൊരു 500 കലോറിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഗെയിനിങ് കലോറി ആയി. ഇനിയിപ്പോൾ അന്നേരം നിങ്ങൾക്ക് ഗെയിൻ ചെയ്യാൻ സാധിക്കുന്നില്ല, ഒരു എക്സ്ട്രാ 500 കൂടെ ആഡ് ചെയ്യുക, ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഗെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ആഴ്ചയും കൊണ്ട് 1 പൗണ്ടൊക്കെ ഗെയിൻ ചെയ്യാൻ പറ്റുമെന്നാണ് പഠനങ്ങൾ തെളിയിച്ചേക്കുന്നത്. അപ്പോൾ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇങ്ങനെ ഗെയിൻ ചെയ്യേണ്ടത് തീർച്ചയായിട്ടും നല്ല ഫുഡ് ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം, നിങ്ങൾ ചുമ്മാ ജങ്ക് ഫുഡ് കഴിച്ചുകൊണ്ടായിരിക്കരുത് ഗെയിൻ ചെയ്യേണ്ടത്. അപ്പോൾ എന്തായാലും ഇതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പോയിൻറ്റും കൂടെ പറഞ്ഞുതരാൻ വേണമെങ്കിൽ, അതായത് നമ്മൾ 3 മീലായിട്ടായിരിക്കും നോർമലി നമ്മൾ കഴിക്കുന്നത്, രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം. അത് അങ്ങനെ കഴിക്കുക നമ്മളൊരു 6 മീൽ അല്ല 5 മീലൊക്കെ ആകുക. അപ്പോൾ 5 മീൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഇടയ്ക്ക് കുറേ സ്നാക്ക് കയറ്റി കൊടുത്താൽ മതി. നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഇടയ്ക്ക് ഒരു സ്നാക്ക് കയറ്റുക, അതുപോലെ ലഞ്ചിനും ഡിന്നറിനും ഇടയ്ക്ക് ഒരു സ്നാക്ക് കയറ്റുക, പിന്നെ പ്രീ വർക്കൗട്ട് പോസ്റ്റ് വർക്കൗട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ കഴിച്ച് കഴിയുമ്പോഴത്തേന് 5-6 മീൽ വരും. അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ മാക്സിമം 2 എണ്ണം വരെ പ്രോട്ടീൻ ഷേക്കും ആഡ് ചെയ്യാവുന്നതാണ്. എങ്കിലും ഒരുപാട് സപ്ലിമെൻറ്റ്സ് നമ്മൾ പ്രിഫർ ചെയ്യുന്നില്ല, ഒരു കാരണവശാലും പ്രിഫർ ചെയ്യുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് ഒരു കാരണവശാലും കഴിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല, വിശക്കുന്നൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രോട്ടീൻ ഷേക്കേ പിന്നെ നമുക്കൊരു വേറൊരു ഓപ്ഷൻ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് 2 എണ്ണം വരെ മാക്സിമം പ്രോട്ടീൻ ഷേക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ്. അപ്പോൾ തന്നെ നമുക്ക് ഏകദേശം 5 മീൽ വരെ ആക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഡയറ്റ് ഏകദേശം പക്കയായി കഴിഞ്ഞു. അപ്പോൾ ഏതായാലും നമുക്ക് ഇനി അടുത്ത മുന്നോട്ട് പോകും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിനോട് കൂടി തന്നെ നമുക്ക് പറയാനുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. നമ്മൾ ഇൻറ്റൻസിറ്റീനെ കുറിച്ചൊന്ന് പറഞ്ഞായിരുന്നു. ഇനിയിപ്പോൾ ഞങ്ങൾ തന്നെയാണെങ്കിലും ട്രെയിൻ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ലാസ്റ്റ് 8 മാസമായിട്ട് ഞങ്ങൾ വീട്ടിൽ തന്നെയാണ് ട്രെയിൻ ചെയ്യുന്നത്. എന്നിട്ട് ഞങ്ങൾക്ക് കുറച്ച് അത്യാവശ്യം മസിൽ മാസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവം എന്ന് പറയുന്നത് ഞങ്ങൾ ഇൻറ്റൻസിറ്റി ഹൈ ലെവലിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ മാക്സിമം 1 മണിക്കൂർ മാത്രമേ ഞങ്ങൾ വർക്കൗട്ട് ചെയ്യാറുള്ളൂ. എന്നാലും ഞങ്ങൾ ആ ഇൻറ്റൻസിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ആ ഇൻറ്റൻസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡ്രോപ്പ് സെറ്റുകൾ, സൂപ്പർ സെറ്റുകൾ, നിങ്ങൾ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. ഡ്രോപ്പ് സെറ്റുകൾ ആഡ് ചെയ്യുക, അതുപോലെ സൂപ്പർ സെറ്റുകൾ ആഡ് ചെയ്യുക. ഡ്രോപ്പ് സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെസ്റ്റ് ഇൻ്റർമീഡിയറ്റ് ആയിട്ട് വരത്തില്ല. ഇപ്പോൾ നിങ്ങൾ ബൈസെപ്സിന് ഒരു ബൈസെപ്പ് കേൾ അടിക്കുക, ആദ്യം നിങ്ങൾ 10 ഇല്ലെങ്കിൽ ഒരു 12 കിലോ വെച്ചിട്ട് ഒരു 12 റെപ്പറ്റീഷനാണ് നിങ്ങൾ അടിച്ചത്, ഇല്ലെങ്കിൽ 15 കിലോ വെച്ചിട്ട് 12 റെപ്പറ്റീഷനാണ് നിങ്ങൾ അടിച്ചതെങ്കിൽ അടുത്ത പ്രാവശ്യം എന്ത് ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വെയിറ്റ് കുറയ്ക്കുക, 10 കിലോ ആക്കുക, ആ റെപ്പറ്റീഷൻ്റെ എണ്ണം കൂട്ടുക, 14 റെപ്പറ്റീഷൻ ആക്കുക, പിന്നെയും വെയിറ്റ് കുറയ്ക്കുക, റെപ്പറ്റീഷൻ എണ്ണം കൂട്ടുക. ഇങ്ങനെ നിങ്ങളൊരു 3 to 4 ടൈംസ് എങ്കിലും, അതായത് 3-4 സെറ്റെങ്കിലും അടുപ്പിച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾ 4 ടൈപ്പ് വെയിറ്റ് നിങ്ങളവിടെ യൂസ് ചെയ്യും. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളുടെ മസിൽസിനെ ശരിക്കും ടാർഗറ്റ് ചെയ്യും. നന്നായിട്ട് ടാർഗറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ മസിൽസ് മാക്സിമം ഫെയിലറിലേക്ക് പോകും. അപ്പോൾ ഇങ്ങനെ ഡ്രോപ്പ് സെറ്റുകൾ നിങ്ങളുടെ ഇതിനകത്ത് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ സൂപ്പർ സെറ്റ് ചെയ്യുക. നിങ്ങൾ ഉദാഹരണത്തിന് 2 ഡിഫറെൻറ്റ് മസിൽസ്, അതായത് ബൈസെപ്സും ട്രൈസെപ്സും, നിങ്ങൾ ബൈസെപ്സ് കേൾസ് ചെയ്യുന്നു, അതിൻ്റെ കൂടെ തന്നെ ബൈസെപ്സ് കേൾസ് ചെയ്ത് കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കാതെ തന്നെ അടുത്ത സെറ്റിലകത്ത് നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഒരു ട്രൈസെപ്സ് എക്സ്റ്റൻഷനും കൂടെ അതിൻ്റെ കൂടെ തന്നെ ചെയ്യുന്നു. അപ്പോൾ ആ ഒരു സൂപ്പർ സെറ്റായി, നിങ്ങൾ ബൈസെപ്സും ട്രൈസെപ്സും ഒരുമിച്ച് ചെയ്തു. അത് നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാം. പിന്നെ അത് കഴിഞ്ഞ് നിങ്ങൾ രണ്ടാമത് ഒരു ബൈസെപ്സിൻ്റെ ഒരു ബൈസെപ്സ് കേൾ 12 റെപ്പറ്റീഷൻ ചെയ്യുന്നു, ട്രൈസെപ്സ് എക്സ്റ്റൻഷൻ ഒരു 12 റെപ്പറ്റീഷൻ ചെയ്യുന്നു. അതുപോലെ നിങ്ങൾ ഈ 2 വർക്കൗട്ട് ബൈസെപ്സിനും ട്രൈസെപ്സിനും അടുപ്പിച്ച് തന്നെ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ മസിൽസ് മാക്സിമം അതിൻ്റെ പൊട്ടൻഷ്യൽ മാക്സിമം യൂസ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ യൂസ് ചെയ്ത്, അതുപോലെ ഞങ്ങൾ പറഞ്ഞ പോലെ ഇൻറ്റൻസിറ്റി കൂട്ടാനായിട്ട് നിങ്ങൾക്ക് ഫെയിലിയർ വരെ പോകണം. നിങ്ങൾ ലാസ്റ്റ് റെപ്പറ്റീഷൻ നിങ്ങൾ എടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കഷ്ടപ്പെട്ടാണ് എടുക്കുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ എടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഗ്രോത്ത് നമുക്കിവിടെ കിട്ടത്തുള്ളൂ. പ്രത്യേകിച്ച് ഹോം ട്രെയിനിങ് ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ, പുഷപ്പ് പോലുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫെയിലിയർ ഡെഫിനറ്റായിട്ട് നിങ്ങൾ അവിടെ ഹിറ്റ് ചെയ്യാനായിട്ടൊക്കെ നോക്കണം. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഞങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ പോയിൻറ്റ്സ് എല്ലാം ഹെൽപ്ഫുൾ ആകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇത് ചെറിയ കാര്യങ്ങളാണ്, എന്നാലും നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ മനസ്സിലെടുത്ത് ഈ കാര്യങ്ങൾ കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള നല്ലൊരു മസിൽ ബിൽഡിങ് നടക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ഡെഫിനറ്റ് ആയിട്ട് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടോ താഴെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യാവുന്നതാണ്, സജഷൻസ് ആഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ നമുക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ പേഴ്സണലായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്താൽ മതി. നമ്മൾ താഴെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും വേറെ കിടിലൻ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെയും ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി.